സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. കോൺഗ്രസിലെ സ്ത്രീകളെയാണ് സിമി റോസ്ബെൽ ജോൺ ആക്ഷേപിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. CPM ചാനൽ മേധാവിയോട് ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ആ വനിതയുടെ ആരോപണമെന്നും സതീശൻ. കോൺഗ്രസിലെ സ്ത്രീകളെ ആയിട്ടുള്ള ആയിരക്കണക്കിന് പേരുണ്ട് പല സ്ഥാനങ്ങളിൽ. അവർക്ക് മുഴുവൻ അപമാനകരമായ ഒരു പ്രസ്താവനയാണ് അവർ കൊടുത്തത്. മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അത് അവരെ ചെയ്യരുതായിരുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ വാസു? ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും തറയാണല്ലേ തത്തറ. ഇപ്പോഴാണ് സ്ഥാനങ്ങൾ ആരാണെന്ന് തീരുമാനിക്കാൻ പറ്റാവുന്ന ഒരു ടീമിൽ ഞാൻ വന്നത്. ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ബെസ്റ്റ് ടൈം. ഇത് CPM കാരനായ ഒരു ചാനലിന്റെ മേധാവി പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. CPM നേതാക്കളുമായി ഗൂഢാലോചന നടത്തി ഇപ്പൊ പുറത്തിറക്കിയേക്കുന്ന ഒരു സാധനമാണ്. കണ്ട കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. CPM നേതാക്കളുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് CPM-നെ സഹായിക്കാൻ വേണ്ടി ഇറക്കിയേക്കുന്ന ഒരു കുക്ക്ഡപ്പ് സ്റ്റോറിയാണിത്. എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും? ACC മുന്നംഗം സിമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. അന്തസ്സും ആഭിജാത്യവുമുള്ള വനിതകൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാനാകില്ലെന്നും കോൺഗ്രസിന് ലഭിക്കേണ്ട ഭരണം നഷ്ടപ്പെടുത്തിയ ആളാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെന്നും സിമി റോസ്ബെൽ ജോൺ പ്രതികരിച്ചു. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? ഈ പാർട്ടിയിൽ അന്തസ്സും അഭിമാനവും ആഭിജാത്യവുമുള്ള വനിതകൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ.